നമസ്കാരം. ശമ്പള പരിഷ്കരണം പ്രതിസന്ധിയിലാകുമോ? ഇന്നലെ അസംബ്ലിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൃത്യമായി ഒരു ചോദ്യം ചോദിച്ചു സബ്മിഷനിലൂടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച്. അപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പിലാവും എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞു. നടപ്പിലാവും, അതിനകത്ത് തർക്കമൊന്നും പറഞ്ഞില്ല. പക്ഷേ ശമ്പള പരിഷ്കരണം തരുന്ന ബാധ്യത, ശമ്പള പരിഷ്കരണത്തിൻ്റെ പുതിയ ഫോർമുല, ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ തുടരുമോ? വി പി ജോയ്, മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് കമ്മിറ്റി ആണ് ഇപ്പോൾ ഉള്ളത്. അതിലുള്ള സി പി എമ്മിൻ്റെ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരുണ്ട്. അദ്ദേഹത്തെ മാറ്റുമോ? അദ്ദേഹം രാജിവെച്ചോ എന്നറിയില്ല. അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ അനുഭാവിയായിട്ടുള്ള അഡീഷണൽ സെക്രട്ടറിയാണ്, റിട്ടയർ ആയിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ സി പി എം സംഘടനയുടെ ആളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അവരെ മാറ്റും, പുതിയ ആൾ തന്നെ വെക്കും. അകത്തുള്ള ഒരാളുണ്ട്, അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, അവരതുപോലെ തുടരാൻ സാധ്യതയുണ്ട്. എന്തായാലും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് അന്ന് ശമ്പള പരിഷ്കരണം വെച്ച ആ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, കമ്മിറ്റി വെച്ച ആ ദിവസം പറഞ്ഞിരുന്നു 3 മാസം കൊണ്ട് തീരാൻ പോകണില്ലേ കഥാന്ന്. മാർച്ച് മാസത്തിലാണ് വെച്ചത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആയപ്പോൾ, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആകുമ്പോൾ 1 മാസം, മെയ് 2ാമത്തെ മാസം, ജൂണായി 3 മാസം കഴിഞ്ഞു. ഇപ്പോൾ തീരാൻ പോകുന്നു. ഇതുവരെ അതിൻ്റെ പുതിയ ഓർഡർ ഇറങ്ങിയിട്ടില്ല. ചീഫ് സെക്രട്ടറിയും പുതിയതായിട്ട് വന്നു. മിക്കവാറും ഓർഡർ ഇറങ്ങാനാണ് സാധ്യതയുള്ളത്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ നീട്ടാനാണ് സാധ്യതയുള്ളത്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ ചില വളരെ ഗൗരവതരമായ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ, അതായത് എങ്ങനെയാണ് നമുക്ക് ഇത് ശമ്പള പരിഷ്കരണത്തിൻ്റെ ബാധ്യതകൾ തീർക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ചർച്ചയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പിന്നെ 8.5 ലക്ഷം വരുന്ന പെൻഷൻകാരും അടങ്ങുന്ന ഒരു വലിയ സംഘമുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഡി എ, ഡി ആർ, മറ്റ് അലവൻസുകൾ, ഫിറ്റ്മെൻറ്റ്, ഇപ്പോൾ ശമ്പള പരിഷ്കരണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഡി എയുടെ കണക്കുകളെല്ലാം എടുക്കേണ്ടി വരും, ലാസ്റ്റ് ശമ്പളം എടുക്കേണ്ടി വരും, ഫിറ്റ്മെൻറ്റ് അലവൻസ് നോക്കേണ്ടി വരും, സർവീസ് വെയിറ്റേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും, പല ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടി വരും. വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരാൻ പോകുന്നത് 12ാം ശമ്പള കമ്മീഷനിൽ. കേന്ദ്രത്തിലാണെങ്കിൽ 8 ആയിട്ടേ ഉള്ളൂ, 10 വർഷത്തിലൊരിക്കലാണ് അവർ ചെയ്യുന്നത്. ഇവിടെ 5 വർഷത്തിലൊരിക്കൽ ചെയ്യുകയാണ്. ഇത് 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കണമെന്നുള്ള ധവളപത്രത്തിൻ്റെ ഡോക്ടർ കെ എം ചന്ദ്രശേഖരൻ്റെ അഭിപ്രായം അനുസരിച്ച് 10 വർഷമാക്കണമെന്നുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ അതിന് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്തായാലും ശമ്പള പരിഷ്കരണം കമ്മിറ്റി തുടരാനാണ് സാധ്യത. 3 മാസത്തിന് ചിലപ്പോൾ 3 മാസം കൂടെ സമയം കൊടുത്തേക്കാം. പക്ഷേ ആളുകളെ മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതെല്ലാം വെച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണത്തിൻ്റെ പുതിയ ഓർഡർ ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ അസംബ്ലിയുടെ ഈ ഒരു തിരക്ക് കഴിഞ്ഞാലായിട്ടായിരിക്കും ഈ വക കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്.